സീരിയൽ സംവിധായകനെതിരെ പീഡനാരോപണവുമായി ജൂനിയർ ആർട്ടിസ്റ്റ് താരലക്ഷ്മി. സുധീഷ് ശങ്കർ എന്ന സീരിയൽ സംവിധായകനെതിരെയാണ് പീഡനാരോപണവുമായി യുവതി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നോട് പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് താര ഇത്രയും ലേറ്റായി 2019 നടക്കുന്ന ഒരു സംഭവം ഇത്രയും ലേറ്റായി എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാൻ വന്നതെന്ന്. അപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാനത് റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നീട് വീണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ചും ഒക്കെ ഓർത്തിട്ടാണ് അതിൽ നിന്ന് പിൻവാങ്ങിയത്. ഇപ്പം എന്തുകൊണ്ട് കേസുമായിട്ട് വന്നെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ വൈഫ് പോലും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിനില്ലാത്ത ഒരു കരുതലൊന്നും എനിക്കും വേണ്ട എന്ന് വെച്ചിട്ടാണ്. പിന്നെ എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ളത്, ഈ സീരിയൽ മേഖലയിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന വിഷമങ്ങൾ, അതായത് ഒരു ഓഡീഷനെ പോലും ഫേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ തന്നെ ഉറിയടിയുടെ സെറ്റിൽ വെച്ചിട്ട് ഷാനു എന്ന പ്രൊഡക്ഷൻ കൺട്രോളാണ് ഇത്രയും ഗുരുതരമായ രീതിയിൽ പ്രശ്നങ്ങൾ കൊണ്ടുപോയത്. ഇതിന്റെ ഈ ഒരു പ്രശ്നത്തിന്റെ ചരട് വലിച്ചത് ഈ ഷാനു എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പം ഉറിയടിയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സുധീഷ് ശങ്കർ എന്ന ഡയറക്ടറിന് ഷാനു പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് ഇവിടെ അവരൊരു ഗൂഢാലോചന നടത്തി. അപ്പം അവരെന്ന് വെച്ചാൽ പുതിയതായിട്ട് വരുന്ന കുട്ടികളെ നോക്കിയിട്ട് അവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. കൂട്ടമായിട്ട് പോകുന്ന കുറച്ച് പുതുതായിട്ടുള്ള വ്യക്തികളിൽ ഒരാളെ ടാർഗറ്റ് ചെയ്യും. എന്നിട്ട് അവർക്ക് എത്രത്തോളം ഹോൾഡ് ഉണ്ട്, ഇവർ പരാതി കൊടുക്കുമോ, ഇവരെ ആക്രമിച്ചാൽ എന്ത് തിരിച്ചടി കിട്ടും, ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ടാണ് ഇവർ ഒരാളെ ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ട് ഷാനു ബുദ്ധിപൂർവ്വം എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ ഒരു സീരിയൽ തുടങ്ങാൻ പോകുന്നു താര, ഓഡിഷൻ ഉണ്ട്, ഇന്നടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തുന്നു ബുദ്ധിപരമായിട്ട്. എന്നിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അപ്പം കഥ പറയുന്നുണ്ട്, അതുപോലെ ആരൊക്കെ അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ വേഷത്തെക്കുറിച്ച് പറയും. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ റിയൽ ഫേസ് ഞാൻ കാണുന്നത്. അത് താരയുടെ വേഷം കുറച്ച് ഡിമാൻഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ അംഗീകരിക്കാമെങ്കിൽ താരയെ ഞാൻ വലിയൊരു പൊസിഷനിലേക്കാക്കും, വലിയൊരു നടിയാക്കി മാറ്റും. അതിലൊരു സംശയവും വേണ്ട. താര അങ്ങനെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിക്കുക, അതായത് ബ്രെയിൻ വാഷ് ചെയ്ത് എന്നെ മാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ എനിക്കതിലൊന്നും വീഴാൻ യാതൊരു താല്പര്യമില്ല. അങ്ങനെ ഒരു പബ്ലിസിറ്റി എനിക്ക് ആവശ്യവുമില്ല. അത് പറഞ്ഞതും അദ്ദേഹം ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട് ആ സമയത്തിന്. അപ്പം ഒരു പകുതിയോളം നോർമലല്ല, അദ്ദേഹം എന്നെ കടന്ന് പിടിക്കുകയായിരുന്നു. അപ്പം ഞാൻ തട്ടി മാറ്റി. അപ്പം വീണ്ടും ബലമായിട്ട് പിടിച്ചപ്പോൾ, എനിക്ക് വേദനിക്കുന്ന രീതിയിൽ പിടിച്ചപ്പോൾ ഞാൻ തള്ളി താഴെ ഇട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. മനസ്സിലായി? എൻ്റെ സ്ഥാനത്തൊരു പാവപ്പെട്ട കുട്ടി ആയിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ? ഇത്രയും ആരോഗ്യമുള്ളൊരു മനുഷ്യനെ തള്ളിമറിച്ചിട്ട് ഓടാൻ അദ്ദേഹത്തിന് പറ്റുമോ? അപ്പം എനിക്ക് പബ്ലിക്കിനോട് പറയുന്നത്, ഈ മേഖലയെ മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിൽ കുറേ പുഴുക്കുത്തുകളുണ്ട്. ഇങ്ങനെ മൈൻഡുള്ള ചില പുഴുക്കുത്തുകളുണ്ട്. അവർ ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവിനെ അല്ല നോക്കുന്നത്, ആ ആർട്ടിസ്റ്റിനെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ സെറ്റിൽ വെച്ചിട്ട് എന്തൊക്കെ ഉപദ്രവമാണ് നമ്മളടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിസ്റ്റിനെ കൊണ്ട് നമ്മുടെ ചൗക്കുരിക്ക് അടിക്കുക, ബലമായിട്ട് മുടി പിടിച്ച് വലിക്കുക, അതേപോലെ കൃത്യസമയത്തിന് ഫുഡ് കഴിക്കാൻ സമ്മതിക്കത്തില്ല, മാനസികമായിട്ട് പീഡിപ്പിക്കുക. അതായത് ആർട്ടിസ്റ്റുകളെ കൊണ്ട്, അതായത് പെയ്ഡ് ആർട്ടിസ്റ്റുകളെ കൊണ്ട് നമ്മളെ മാനസികമായിട്ട് പീഡിപ്പിക്കുക. അങ്ങനെ എത്ര അനുഭവങ്ങളാണ്. അതുപോലെ തന്നെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് 3 ദിവസം എന്നെ അഭിനയിക്കാൻ വിളിച്ചില്ല. രാവിലെ വരും, രാത്രി വരെ എന്നെ അവിടെ ഇരുത്തി എന്നെ മനഃപൂർവ്വം മാനസികമായിട്ട് പീഡിപ്പിക്കുമായിരുന്നു. ആളുകളുടെ മുമ്പിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. അത് ചോദിച്ചപ്പോൾ ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ എന്നെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി എന്നെ ഒത്തിരി വഴക്ക് പറയുണ്ടായി, വിളിച്ചു വരുത്തിയത്. എന്നിട്ട് അവിടെ വെച്ചാണ്, മുറിയിൽ വെച്ചിട്ടാണ് എന്നെ കയറി വീണ്ടും പിടിച്ചത്. അപ്പോൾ എന്നോട് പോലീസുകാർ ചോദിച്ചു, ദൃക്സാക്ഷി ഉണ്ടോന്ന്. എന്നോട് പോലീസുകാർ ചോദിക്കുന്നത്, ഇതൊക്കെ ഇങ്ങനെ മുറിയിൽ കയറ്റി ഇവർ പിടിക്കുന്നത് ഇതെല്ലാം തെളിവ് വെച്ചിട്ടാണ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ അക്കമിട്ട് പറയുമ്പോഴും അതിന് സാക്ഷിയുണ്ടോ എന്ന് ചോദിക്കുന്ന ഞാൻ ഈ നിയമത്തിനോട് ഞാൻ എന്താണ് പറയേണ്ടത്? അതുപോലെ തന്നെ ഇപ്പം മുഖ്യധാരാ മാധ്യമങ്ങൾ ഇൻ്റർവ്യൂസ് എടുത്തിട്ട് എന്തേ അവർ അപ്ലോഡ് ചെയ്യുന്നില്ല? അപ്പം അവിടെ എല്ലാം ഇദ്ദേഹം വിളിച്ച്, ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഇദ്ദേഹം അതുപോലെ പൈസകൾ വാഗ്ദാനം ചെയ്ത് ആ വീഡിയോ എല്ലാം മുക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. എന്തുകൊണ്ട്? അപ്പൊ ഞാൻ പറയുന്ന എൻ്റെ വാക്കുകളെ അദ്ദേഹം ഭയപ്പെടുന്നു, എൻ്റെ വാക്കിൽ സത്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അതൊരിക്കലും പബ്ലിക് അറിയരുതെന്ന് അദ്ദേഹം പേടിക്കുന്നു. അതുകൊണ്ടാണ് ആ വീഡിയോ എല്ലാം മുക്കുന്നത്.
അവിടെ തന്നെ എൻ്റെ വിജയമാണ്. അദ്ദേഹം അത്രയും എന്നെ ഭയപ്പെടുന്നു. അത് മാത്രമല്ല, ഇപ്പൊ ഇന്നത്തെ ദിവസം എൻ്റെ ഫോണിലേക്ക് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് നിരന്തരം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്തിന്? എന്നെ ഇതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി, പറയാൻ വേണ്ടിയിട്ട്. അദ്ദേഹം അത്രയും ഭയക്കുന്നു. പിന്നെ ഇതെല്ലാം ഈ ഒരു വലിയ തന്ത്രമെല്ലാം മെനഞ്ഞതിന്റെ ആണിക്കല്ല് ആരാന്ന് ചോദിച്ചാൽ പ്രൊഡക്ഷൻ കൺട്രോളും ഷാനുവാണ് ഇതിന്റെ ആണിക്കല്ല്. അപ്പം ഷാനുവിനെ സംബന്ധിച്ച് ആ സെറ്റിൽ ഇതേപോലെ ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ട്. അതുപോലെ ഹോട്ടലിൽ താമസിച്ചവർക്ക് പൈസ കൊടുക്കാനുണ്ട്, ഫുഡിന്റെ പൈസ കൊടുക്കാനുണ്ട്. ഒന്നാം തരം ഒരു തട്ടിപ്പുകാരനാണ് ഈ ഷാനു. പ്രൊഡക്ഷൻ കൺട്രോൾ ഷാനു എന്ന് പറഞ്ഞാൽ ഒന്നാം തരം തട്ടിപ്പുകാരനാണ്. നമ്മളെ വിളിച്ചു വരുത്തി രാവിലെ മുതൽ രാത്രി വരെ സെറ്റിൽ നിർത്തി മുഷിപ്പിച്ച് നമുക്ക് പൈസ തരാതെ നിർത്തി മെനക്കെടുത്ത് ഷാനു എന്ന് പറഞ്ഞാൽ ഒന്നാം തരം തട്ടിപ്പുകാരനാണ്. നമ്മളെ വിളിച്ചു വരുത്തി രാവിലെ മുതൽ രാത്രി വരെ സെറ്റിൽ നിർത്തി മുഷിപ്പിച്ച് നമുക്ക് പൈസ തരാതെ നിർത്തി മെനക്കെടുത്തുക. എന്നിട്ട് 11 മണിയായാലും 11:30 ആയാലും പറയും ATM പൈസ ഇപ്പൊ വരും, നാളെ വരും, ഇപ്പൊ വരും എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുവാണ്. നമ്മളിത് ആരെടുത്താണ് പോയി പറയേണ്ടത്? നമ്മുടെ വാ മൂടിക്കെട്ടി വെച്ചിരിക്കുക. 4.5 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഓരോരോ പീഡനങ്ങൾ, നമ്മൾ ഓരോ ഇതിലേക്ക്, ഓരോ സീരിയലിലേക്ക് ശ്രമിക്കുമ്പോൾ അവിടെ വിളിച്ച് നമ്മുടെ ചാൻസ് തടയുകയാണ്. അവർക്ക് വേഷം കൊടുക്കരുതെന്ന് പറഞ്ഞ് തടയുകയാണ്. അപ്പൊ ഇവരുടെ ഗൂഢതന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ പബ്ലിക് അറിയണ്ടേ? എത്രയെന്ന് വെച്ച് ഞങ്ങൾക്ക് മൂടി വെക്കാൻ പറ്റും? അപ്പൊ നമ്മളെ വന്ന് ചൊറിയുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും. പിന്നെ ചോദിച്ചു, ഇത് കെട്ടിച്ചമച്ച കഥ. നമ്മൾ കെട്ടിച്ചമച്ച കഥയും കൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകും. ഒരു വനിതാ കമ്മീഷന് കേസ് കൊടുക്കണമെങ്കിൽ നമ്മൾ തെളിവില്ലാതെ ചെയ്യുമോ? വ്യക്തമായ തെളിവുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്നെ സംബന്ധിച്ച് സീരിയൽ രംഗത്ത് നടക്കുന്ന ഇത്തരം അനീതിക്കെതിരെ നമ്മൾ നമ്മൾ സ്ത്രീകൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ആര് വന്ന് തുറന്ന് സമ്മതിക്കും? ഇപ്പൊ തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ട് പല പ്രമുഖ നടികളും വന്നിട്ട് പറയുന്നത് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ ഹാപ്പിയാണ് എന്ന് അവരെ കൊണ്ട് ഒരു പവർ ഗ്രൂപ്പ് പറയിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം അത്രയും പലരും പ്രശ്നങ്ങളുമായിട്ട് മുമ്പോട്ട് വരുമ്പോൾ അതായത് ഒരു സ്ത്രീ തന്നെയാണ് ശത്രു. മനസ്സിലായി? പ്രതികരിക്കുന്നവരെ അടിച്ചമർത്തുക നമ്മുടെ ജീവന് പോലും ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.